എങ്ങോട്ടാ മാഡം? ഗാന്ധിനഗർ 3rd സ്ട്രീറ്റ്. സെക്കൻഡ് അല്ല? അല്ല, 3rd. ഹായ്. ഹലോ, എത്തിയോ? എത്തി. എങ്ങനെയുണ്ട് കാല്? പ്ലാസ്റ്റർ അല്ല, അഴിച്ചിട്ടില്ല. ചന്ദ്രേട്ടൻ എവിടെ? രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങി. അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസ് എന്ന് പറഞ്ഞ ഡ്രൈവേഴ്സിന് അറിയോ? സൗത്ത് ഏഷ്യ ഓഫീസ് എന്ന് പറയണം. ചന്ദ്രേട്ടനെ കാണാൻ പോവാ. ഉവ്വ്. എന്നിട്ട് നേരെ വീട്ടിലേക്ക് വരാം. ഓക്കെ? ഇപ്പൊ ഗാന്ധിനഗറിലേക്ക് പോണോ അതോ കമ്മീഷണർ ഓഫീസിലേക്ക് പോണോ? പുറകിലിരുന്ന് സംസാരിക്കുന്നത് മുഴുവൻ ശ്രദ്ധിക്കും അല്ലേ? അയ്യോ മാഡം, അത് ശ്രദ്ധിച്ചു പോവും. കസ്റ്റമർ എപ്പോഴാ റൂട്ട് മാറ്റാന്ന് അറിയില്ല. അപ്പൊ ഒരു കരുതലിനാ. ശരി, അസിസ്റ്റന്റ് കമ്മീഷണർ സൗത്ത്, അവിടേക്ക് പോകും. ഓക്കെ മാഡം. അല്ല, എന്നെ കുറിച്ച് എന്തെങ്കിലും കംപ്ലൈന്റ് കമ്മീഷണർക്ക് കൊടുക്കാനാണോ? നിങ്ങളുടെ ഈ ഓവർ വാചകമടിയുടെ പേരിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ആ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ കിട്ടിയ ചട്നി പരാതി കൊടുക്കണ്ടെന്ന് വെച്ചു. എന്താ നിങ്ങളുടെ പേര്? രാജു. ചട്നി ഞാൻ പറയുകയാണെങ്കിൽ അത്ര നന്നായിട്ടില്ല. ഈ തേങ്ങ കാറിയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഹേയ്, ഉഗ്രനായിരുന്നു. എന്നാ മാഡം എൻ്റെ ഒരു സ്പെഷ്യൽ ചട്നി ഒന്ന് ടേസ്റ്റ് ചെയ്യണം. മാഡം നോൺ വെജിറ്റേറിയൻ കഴിക്കോ? പിന്നെ എന്നാ കേട്ടോ, ഈ കരിവാട് എന്ന് വെച്ചാൽ ഉണക്ക മത്സ്യം നന്നായി കരിയാതെ വറുത്തെടുത്ത് ചുവന്ന മുളകും ഉള്ളിയും തേങ്ങാക്കൊത്തും കൂടി ചുട്ടെടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇടിച്ച് അതിൽ കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് ഇടിച്ച് അതിൽ കുറച്ച് തക്കാളി നീരും കൂടെ അയ്യോ എന്താ മാഡം, അയ്യോ ഞാൻ സൈഡാക്കാം. അതെ, ഉണക്ക മത്സ്യം പിടിച്ചു കാണൂല. ഞാൻ സൈഡാക്കാം. മാഡം മാഡം അതെ, ഞാൻ പറഞ്ഞില്ലേ ആ ചമ്മന്തിക്ക് അരച്ച തേങ്ങ കാറിയതായിരുന്നു. അടുത്തെവിടെങ്കിലും നഴ്സിംഗ് ഹോം കാണുമോ? കാണും, ഉണ്ടാവും. വന്നാട്ടെ. എന്തായാലും ഒന്ന് കാണിക്കുന്നതല്ല. കേറിയാട്ടെ. എന്ത് ചെയ്യുന്ന പറയണേ, ആവശ്യമില്ലാത്ത ഓരോ കാര്യം ഞാൻ പറഞ്ഞു. സിസ്റ്ററെ, കാറി വരുമ്പോ ഒന്ന് വോമിറ്റ് ചെയ്തു. കഴിച്ച ഫുഡിന്റെ കുഴപ്പമാണോ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആണോ എന്നറിയില്ല. ഒരു ലേഡി ഡോക്ടറെ ഒന്ന് കാണിക്കണം. ആരെവിടെ നല്ലതുണ്ട്? തനിക്കെന്താണ് ആൺ ഡോക്ടർമാര് പറ്റില്ലേ? ഒരു സ്ത്രീയല്ലേ, അപ്പൊ ലേഡി ഡോക്ടറല്ലേ കാണിക്കട്ടെ. സ്ത്രീയാ? താൻ എന്താണ് ഈ പറയണത്? അങ്ങോട്ട് വെച്ചിട്ട് ഛർദിച്ചത് വെള്ളടിച്ചിട്ടാണാ? എന്നാ ഡോക്ടർ ഒന്നും കാണിക്കണ്ട. താൻ എവിടെയെങ്കിലും കുറച്ചേരം പോയി ചെന്ന് കിടക്ക്. വെള്ളമടിയോ? ആര് വെള്ളമടിച്ചെന്ന സിസ്റ്റർ പറയുന്നത്? ഛർദിച്ചത് താനല്ലേ? ഞാൻ ഛർദിച്ചു സിസ്റ്ററോട് ആരാ പറഞ്ഞേ? തോനോ? ഈ കൈ കൊണ്ടത് ദേഹത്ത് കൈവെക്കല്ലിട്ട് ആരെങ്കിലും കാണും. സിസ്റ്റർ, ഓപി എവിടെയാ? ഇവിടുന്ന് നേരെ അങ്ങോട്ട് പൊക്കോ. രാജു, ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ ഇപ്പൊ വരാം. ഓഹോ, അപ്പൊ ഇവരാണ് ഛർദിച്ചത്? ഛർദിച്ചതല്ല, ഛർദിച്ചത് അവരാണ്. ഈ നഴ്സുമാരെല്ലാം പൊതുവെ എങ്ങനെയാ? ഭയങ്കരം, ഭാവന, ഫർദി, സാമ്പാർ. ഹലോ, നീ എവിടെയാ? യെസ്. നീ നെടുമ്പാശ്ശേരിന്ന് പോയേ? ഞാൻ എന്താ പുറപ്പെട്ടിട്ടാ? ഇന്നത്തോടെ അവന്റെ പെരുന്നാൾ ഞാൻ തീർക്കും. അതെ മാഷേ, നിങ്ങൾ ആരെയാ വിളിക്കുന്നത്? ഞാൻ ആരെയും വിളിക്കലടാ, എനിക്കെന്തിട്ടാ പേടിയുണ്ട്. എന്റെ കുടുംബടെ കൊള്ളി ബാബുണ്ട്, ലാലൂരുള്ള സുനിയുണ്ട്, പിന്നെ മുരുകേട്ടനും ഡീസലും. ചാലക്കുടി നമ്മുടെ ആൻഡ്രൂസും കൂടി കയറും. നീ എവിടെയാ? മാഷേ, നിങ്ങൾ ആരെയാ വിളിക്കുന്ന? നമ്പർ ഒന്ന് ചെക്ക് ചെയ്യ്. ഒക്കെ ചെക്ക് ചെയ്തിണ്ടാ നമ്പറാ. അവന്റെ വണ്ടിയുടെ RC കോപ്പി എന്റെ കയ്യിലുണ്ടാ. നീ അവിടെ വെയിറ്റ് ചെയ്തിട്ടാ ഞാൻ എന്റെ പുതുക്കാട് എടുത്തിട്ടേ 2 വിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നീ ഇവന്റെ നമ്പർ സേവ് ചെയ്യുന്നാവും നല്ലത്. തൃശ്ശൂർക്കാരൻ നോസിയ ഫീൽ ഉണ്ടെങ്കിൽ മാത്രമേ ടാബ്ലറ്റ് കഴിക്കാം. അതർവൈസ് യു ടേക്ക് റെസ്റ്റ് ആൻഡ് ഈറ്റ് വെൽ. സാറേ, ഗോളടിച്ചല്ലോ. ഗോളോ? മനസ്സിലായില്ല. മനസ്സിലായില്ല? വൈഫിനുണ്ട് യൂറിൻ ടെസ്റ്റ് പോസിറ്റീവ്. യൂറിൻ ആരുടെ? ഓ, ഈ സാറിനൊന്നും അറിയില്ല. വൈഫ് പ്രഗ്നന്റ് ആണെന്ന്. എപ്പോ? താങ്ക്സ് അല്ലോ. തേങ്ങാ ചട്നിയുടെ അല്ല അല്ലേ മാഡം? ഹൗ ഡു യു നോ? ആര് പറഞ്ഞു? ആ സിസ്റ്റർ പറഞ്ഞു. എനിക്കൊരു കൺഗ്രാറ്റുലേഷൻസ് കിട്ടി. അയ്യോ, Come, come.
ഉണ്ണിക്ക ഷാജി ആ ഇനി എത്തിയോ? ഞാൻ ഓൺ ദ വേ. കരിപ്പൂർ ഇറങ്ങിയത്. നിങ്ങൾ എവിടെ ഉണ്ട്? ഞാൻ കൊച്ചിയിലെത്തി മോനെ. എന്താ ഉണ്ണിക്ക പറ്റിയത്? കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും സേഫായി പുറത്തിറങ്ങിയൊരു സാധനം മിസ്സാവാന്ന് പറഞ്ഞാൽ അതാരോ പണിഞ്ഞതാണല്ലോ. ഒരു പിടിയും കിട്ടുന്നില്ല മോനെ. എന്തായാലും ഇനി വാ. ആ കസ്റ്റംസ് ഓഫീസർ ഓനേടോ താണതാ, വിവരമൊന്നുമില്ല. അവന്റെ ഭാര്യ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. ചിലപ്പോ അതിനെ പൊക്കേണ്ടി വരും. ശരി ശരി മോനെ. ഡിസ്ട്രിക്ട് കോർട്ടിൽ ബെയിൽ അപ്ലൈ ചെയ്യാൻ പറ. ശരി സാർ, ഞാൻ പറയാം. ഒരു മിനിറ്റ്. കാർ ഇവിടെ ഇടല്ലേ, അങ്ങോട്ട് മാറ്റിയിട്. ഈ വണ്ടി ഇവിടെ ഇടല്ലേ? ആ സാറ് പറഞ്ഞു ഇവിടെ കൊണ്ടിടാൻ. സാറ് താൻ പറയണേക്ക് വണ്ടി അവിടെ ഇട്. അവിടെ കൊണ്ടിടുമ്പോ പറയാം ഒന്നുമില്ല സാറേ, വണ്ടി മാറ്റിയിട്ടോളാം. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യല്ലേ? ഈ വണ്ടിയാ? പിന്നല്ലാതെ. ഈ വണ്ടി എന്റെ വണ്ടിയല്ല, കാല് കഴിച്ചോണ്ട് ചാരി അല്ല മാറി. ആ തള്ളത്ത് പോയി പാർക്ക് ചെയ്യട്ടാ. എടോ തന്റെ വണ്ടി അല്ലെന്നല്ലേ പറഞ്ഞത്? എന്റെ കാര്യമാണ്, ഞാൻ ആ തള്ളത്ത് പോയി നിൽക്കട്ടാന്ന്. ഡ്രൈവർമാരുടെ ഉയരെടുക്കാൻ വേണ്ടി ഓരോരുത്തന്മാര്. ഞാൻ കോഴിക്കോട് കമ്മീഷണറെ വിളിച്ച് പറയാം. എയർപോർട്ടിൽ പോയി ഒന്ന് അന്വേഷിക്കാൻ ഏർപ്പാട് ചെയ്യാം. രമേശ് താമസിക്കുന്ന സ്ഥലം അതൊരു അപ്പാർട്ട്മെന്റ് അല്ലേ? അവിടേക്കും പോലീസുകാരെ വിടാം. പിന്നെ സുധീർ തന്ന പുതിയ നമ്പർ അതെന്താ, ഞാനൊന്ന് ട്രൈ ചെയ്യാം. ഭാര്യയുടെ നമ്പർ കണ്ട ചാടി എടുക്കില്ലാരും, പിന്നെ സാവകാശം തിരിച്ചു വിളിക്കാമെന്ന് വിചാരിക്കും. രേഖയുടെ അടുത്ത് അതൊന്നും നടക്കില്ലല്ലേ? എന്റെ പൊന്നെ, കിട്ടുന്നവരെ വിളിച്ചിരിക്കും. അതെന്ത് തിരക്കിലാന്ന് പറഞ്ഞാലും അവക്കറിയണ്ട. ഞാൻ വല്ല അത്യാവശ്യം അങ്ങോട്ട് വിളിച്ചാലോ? ഞാൻ കോർട്ടിലായിരുന്നു, പറഞ്ഞിട്ടില്ല കോർട്ട് ടൈമിൽ വിളിക്കരുതെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ചാടും. രമേശിന്റെ പുതിയ നമ്പർ ഞാൻ ചന്ദ്രേട്ടന് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. വീട്ടിലേക്ക് പോകുന്നില്ലേ? അവളോടെ കാത്തിരിക്കാ.